നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ആരാകും സ്ഥാനാർത്ഥി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് കേട്ടു തുടങ്ങി. രാഷ്ട്രീയ നിലമൊരുക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് മുന്നണികൾ കടന്നുകഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സ് പുരോഗമിക്കുകയാണ്. വിവാദങ്ങളേറെ അകമ്പടി സേവിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കൂസാതെയാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പര്യടനം. സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചും ജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിച്ചും മന്ത്രിസഭ ജനങ്ങൾക്കിടയിലുണ്ട് എന്ന പ്രതീതി സൃഷ്ടിച്ചാണ് ഓരോ മണ്ഡലങ്ങളിലൂടെയും നവകേരള സദസ്സ് മുന്നോട്ടു പോകുന്നത്. ഒപ്പം കേന്ദ്ര വിരുദ്ധ വികാരം ആളിക്കത്തിക്കുക കൂടിയാകുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നിറം കൂടി കലരുന്നുണ്ട്. UDF-ൽ പ്രത്യേകിച്ച് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിനുള്ള സംഘടനാപരമായ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ വീണ് കിട്ടുന്ന ഒരായുധവും പ്രതിപക്ഷം പാഴാക്കുന്നുമില്ല. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പങ്കെടുത്ത കോൺഗ്രസ് കൺവെൻഷനുകൾ എല്ലാ ജില്ലകളിലും പൂർത്തിയായി. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടെ കോൺഗ്രസ് അടുത്ത ഘട്ടം പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ്. BJP-യും സംഘടനാപരമായ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. കേന്ദ്രമന്ത്രിമാർ ഇടയ്ക്കിടെ കേരളത്തിലെത്തി സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ്. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ച് താഴെത്തട്ടിലുള്ള വിപുലമായ ഗൃഹസന്ദർശന പരിപാടികളും BJP നടത്തിവരുന്നു. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ആര് എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ ആകാശത്ത് കനം വെച്ച് തുടങ്ങിയിരിക്കുന്നു. ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഓരോ മണ്ഡലത്തിലെയും സ്ഥിതി വിലയിരുത്തുകയാണ് കേരള വിഷൻ ന്യൂസ്. ഒപ്പം 3 മുന്നണികളുടെയും സാധ്യതാ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തുന്നു. കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ ആറ്റിങ്ങൽ മണ്ഡലം പരിശോധിച്ചു. ഇന്ന് പോകുന്നത് കൊല്ലം, പത്തനംതിട്ട മണ്ഡലങ്ങളിലേക്കാണ്. ആദ്യം നമുക്ക് കൊല്ലത്തെ സ്ഥിതി വിലയിരുത്താം. ഇരുമുന്നണികളെയും മാറി മാറി തുണയ്ക്കാൻ മടിയില്ലാത്ത മണ്ഡലമാണ് കൊല്ലം. ദീർഘകാലം RSPയുടെ കുത്തകയായിരുന്നു. പിന്നീട് കോൺഗ്രസ് 5 തവണ മണ്ഡലം പിടിച്ചു. RSPയിലെ പിളർപ്പിനെ തുടർന്ന് 1999-ൽ CPM സീറ്റ് പിടിച്ചെടുത്തു. 2 വട്ടം അവർ ജയിച്ചു. 2009-ൽ പീതാംബരക്കുറുപ്പിലൂടെ കോൺഗ്രസ് മണ്ഡലം പിടിച്ചടക്കി. കൊല്ലം സീറ്റിനെ ചൊല്ലിയുള്ള അവകാശവാദം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് RSP ഇടതുപാളയം വിട്ട് UDF-ൽ ചേക്കേറിയത്. CPM പൊളിറ്റ് ബ്യൂറോ അംഗവും അന്നത്തെ സിറ്റിംഗ് MLA-യുമായ MA ബേബിയെ തോൽപ്പിച്ച് RSPയുടെ NK പ്രേമചന്ദ്രൻ കൊല്ലത്തെ UDF-നോട് കൂടുതൽ ചേർത്ത് നിർത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മിന്നുന്ന ജയമാണ് NK പ്രേമചന്ദ്രൻ നേടിയത്. എനിക്ക് തോന്നുന്നു കൊല്ലത്ത് CPM ഒരു നല്ല ഒരു MPയെ അവതരിപ്പിച്ച് ജയിപ്പിച്ച് മെൻറ്റർ ചെയ്ത് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. അവിടെ ബാലഗോപാലും ബേബിയൊക്കെ മത്സരിച്ചപ്പോൾ തോൽക്കുകയാണ് ഉണ്ടായത്. അപ്പം അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും മിടുക്കരായിരുന്നു. പക്ഷേ അവർക്ക് ലോക്സഭയിൽ പോകാനൊരു അവസരം അങ്ങനെ കിട്ടിയില്ല, തിരഞ്ഞെടുപ്പിലൂടെ പോകാൻ കിട്ടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ന് അവരുടെ പൊടി പിടിക്കാൻ പറ്റിയ ഒരു കരുത്തുള്ള ഒരു കരങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് പ്രേമൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ കരുതുന്നു. 1,48,869 NK പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം. CPM-ലെ കരുത്തനായ KN ബാലഗോപാലാണ് അടിയറവ് പറഞ്ഞത്. പ്രേമചന്ദ്രന് 4,99,667 വോട്ടും ബാലഗോപാലിന് 3,50,821 വോട്ടും ലഭിച്ചു. BJP സ്ഥാനാർത്ഥി KV സാബുവിന് നേടാനായത് 1,03,339 വോട്ടുകൾ മാത്രം. കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം NK പ്രേമേന്ദ്രൻ LDF-ആയിട്ടും UDF-ആയിട്ടും പാർലമെൻറ്റിലും നിയമസഭയിലും LDF-ആയിട്ടൊക്കെ ജയിച്ചിട്ടുള്ള ഒരു നേതാവ്, ഒരു നല്ല പാർലമെൻറ്റേറിയൻ. അദ്ദേഹത്തിന് നല്ല പാർലമെൻറ്റേറിയനുള്ള അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുള്ള ആളാണ്. നല്ലൊരു പാർലമെൻറ്റേറിയൻ. പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്ന് അയക്കാവുന്ന, നിർബന്ധവുമായി അയക്കേണ്ട ഒരു വ്യക്തിയായിട്ട് നമുക്ക് പ്രേമനെ കാണാൻ പറ്റും. ഇപ്പം UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് 3-ാം തവണ സംശയമൊന്നും വേണ്ട, അദ്ദേഹം തന്നെയായിരിക്കും
വരിക എന്ന കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം തന്നെയായിരിക്കും. അദ്ദേഹത്തിന് അതനുസരിച്ചുള്ള ഒരു സ്വാധീനം ഇപ്പോഴും ഉണ്ട്. വാസ്തവത്തിൽ അദ്ദേഹത്തെ വലുതാക്കിയത് CPM തന്നെയാണ്, അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം പ്രേമനെക്കുറിച്ച് പറഞ്ഞ ഒരു പദപ്രയോഗം ഞാനത് ആവർത്തിക്കുന്നില്ല. അതൊക്കെ ആണ് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. 2019 കേരളമാകെ അലയടിച്ച UDF തരംഗത്തിൽ കൊല്ലവും ഒപ്പം ചേർന്നെന്ന് CPM ആശ്വസിക്കുന്നില്ല. സംഘടനാപരമായ പാളിച്ചകൾ വിലയിരുത്തിയും വൻ തോൽവിയുടെ സ്വയം വിമർശനപരമായ അവലോകനവും തിരുത്തലുകളും പാർട്ടിക്കകത്ത് വരുത്തിയുമാണ് CPM മുന്നോട്ട് നീങ്ങുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ളത്. 6 LDF പ്രതിനിധികൾ. കുണ്ടറയിൽ PC വിഷ്ണുനാഥ് മാത്രമാണ് ഏക UDF MLA. ചവറ സുജിത് വിജയൻപിള്ള, പുനലൂർ PS സുബാൽ, ചടയമംഗലം J ചിഞ്ചുറാണി, കൊല്ലം M മുകേഷ്, ഇരവിപുരം M നൌഷാദ്, ചാത്തന്നൂർ GS ജയലാൽ എന്നിവരാണ് മറ്റ് MLA-മാർ. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D ബിനോയ് നമ്മോടൊപ്പം ചേരുന്നു. ബിനോയ്, കൊല്ലത്തെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എങ്ങനെ വിലയിരുത്താം? NK പ്രേമചന്ദ്രൻ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെ? RSPക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും ഒപ്പം കോൺഗ്രസിൽ നിലനിൽക്കുന്ന ഐക്യവും കൂടുതൽ വോട്ട് ലഭ്യമാക്കും എന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. കിഴക്കൻ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കണ്ണുവയ്ക്കുന്നത് കോൺഗ്രസ്. കാരണം NK പ്രേമേന്ദ്രൻ എം പി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അധികവും മലയോര മേഖലകളിലാണ് എന്നുള്ള പ്രതീക്ഷയും കോൺഗ്രസിന് വലുതാണ്. കൊല്ലം തിരിച്ചുപിടിക്കുക CPM-ന്റെ അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നന്നായി ഗൃഹപാഠം ചെയ്തു തന്നെയാകും അവർ കളത്തിലിറങ്ങുക. CPM-നകത്തെ ചർച്ചകൾ പല വഴിക്ക് നീങ്ങുകയാണ്. എന്താണ് നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പെന്ന് നോക്കാം. CPM-ന് വലിയ വേരോട്ടമുള്ള മണ്ഡലമാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം. കഴിഞ്ഞ 2 പ്രാവശ്യവും NK പ്രേമേന്ദ്രൻ വലിയ വിജയം നേടിയപ്പോഴും ശക്തമായ തിരിച്ചടിയാണ് CPM-നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തു വില കൊടുത്തും മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ പ്രയത്നം CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകും. എന്നാൽ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ യുവാക്കളിൽ ആരെയെങ്കിലും ഒരാളെ മത്സരിപ്പിക്കാനായിരിക്കും CPM തയ്യാറെടുക്കുക. എൻ്റെ ഒരു കണക്കൂട്ടിൽ ഏതെങ്കിലും DYFIയുടെ കൊള്ളാവുന്ന മിടുക്കന്മാരായ ഏതെങ്കിലും ചെറുപ്പക്കാരായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്നുള്ളതാണ്. നമുക്ക് ആരാണ് എന്ന് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പലരുടെയും പേര് പറയുന്നുണ്ട്. ആരുടെയെങ്കിലും പേര് പറഞ്ഞ് മറ്റൊരാളുടെ സാധ്യത ഇല്ലാതാക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മുകേഷിനെ പറ്റി പാർലമെൻറ്റിൽ മത്സരിപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അതിനൊന്നും പ്രായോഗികമായിട്ട് അത് ക്ലിക്ക് ചെയ്യുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. MLA-മാരെ ആരെങ്കിലും ഇറക്കിയുള്ള ഒരു പരീക്ഷണത്തിന് CPM ഒരുപക്ഷെ തുനിഞ്ഞേക്കും. യുവ വനിതാ നേതൃനിരയെയും പരിഗണിക്കുന്നുണ്ട്. ഒടുവിൽ CPM-ന്റെ സാധ്യതാ പട്ടിക നമ്മൾ 5 പേരിലേക്ക് ചുരുക്കുമ്പോൾ തെളിയുന്ന മുഖങ്ങൾ ഇവരാണ്. ചവറ MLA സുജിത് വിജയൻപിള്ള, കൊല്ലം MLA M മുകേഷ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ, മുൻ MLA ഐഷ പോറ്റി, DYFI സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു. ബിനോയ് വീണ്ടും ചേരുന്നു. BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടം കൊല്ലത്തുണ്ടായില്ല. ഇത്തവണ കരുത്ത് കാട്ടാൻ നേരത്തെ തന്നെ അവർ ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. സംഘടനാ ശക്തി സംഘടനയ്ക്ക് തെളിയിച്ചേ മതിയാകൂ എന്നതാണ് സ്ഥിതി. ബിനോയ്, BJP എന്താണ് കൊല്ലത്ത് ലക്ഷ്യമിടുന്നത്? BJPക്ക് കാര്യമായ വേരോട്ടമുള്ള മണ്ഡലമല്ല കൊല്ലം. എങ്കിൽ പോലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൽ കാര്യമായ വോട്ട് വിഹിതം നേടാൻ BJPക്കും കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ന്യൂനപക്ഷ മോർച്ച സ്ഥാനാർത്ഥിയാണ് കൊല്ലത്തു നിന്നും മത്സരിച്ചെങ്കിൽ പോലും കാര്യമായ തരത്തിൽ വോട്ട് നേടാൻ കഴിഞ്ഞില്ല. ഇത്തവണയാകട്ടെ ആ പതിവിൽ നിന്നും മാറി പുതിയ യുവാക്കളെ ആരെങ്കിലും മത്സരിപ്പിക്കാനാണ് BJPയുടെ നീക്കം. പലപ്പോഴും ഈ ന്യൂനപക്ഷ മോർച്ചയുടെയൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മണ്ഡലത്തിൽ പൊതുവേ ശക്തി കുറവായ മണ്ഡലങ്ങളിലാണ്. അപ്പോൾ അവിടെ ആകുമ്പം ഇവർക്ക് ന്യൂനപക്ഷ മോർച്ചയ്ക്ക് 1-2 സീറ്റൊക്കെ കൊടുക്കണം, ഞങ്ങൾ ന്യൂനപക്ഷത്തെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എവിടെയോ കൊടുക്കണം. അപ്പോൾ വളരെ പാർട്ടി സ്വതേ ദുർബലമായ സ്ഥലങ്ങളിലായിരിക്കും അത്തരത്തിലുള്ള ആളുകളെ നിർത്തുക എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനപ്പുറത്ത് പ്രേമനോട് BJPക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക വാത്സല്യമോ സ്നേഹമോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രേമൻ ഒരിക്കൽ പോലും BJPക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും മറ്റു പല കോൺഗ്രസ് MPമാരുടെയും പല പ്രസ്ഥാനങ്ങളും വിവാദമാകുമ്പോഴും പ്രേമൻ അങ്ങനെ ഒരു BJPക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഒന്നാമതൊരു സെക്കുലറാണ്, സോഷ്യലിസ്റ്റാണ്. അപ്പം അത്തരത്തിലുള്ളൊരു ചിന്തയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഇനിയും ആർക്കെങ്കിലും ഒരു വാത്സല്യം ഉണ്ടെങ്കിൽ അത്
പ്രേമന് ഗുണകരമായ ഒരു ഘടകം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഒടുവിൽ BJPയുടെ സാധ്യതാ പട്ടിക നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ, മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയായിരുന്ന KV സാബു. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി മണ്ഡലത്തിൽ നിന്നുള്ള ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇവിടെ നമുക്കൊന്നും പറയാകത്തില്ല. സ്ഥാനാർത്ഥികൾ വന്നെങ്കിൽ ഇതറിയാൻ പറ്റും. ജയിക്കുന്നത് അത് അന്നേരത്തെ ഒരു സാഹചര്യമാണ്. സ്ഥാനാർത്ഥി നമുക്ക് ആരാന്ന് ഇപ്പം പറയാൻ പറ്റത്തില്ല. അവരേക്കുള്ള ഓരോ ഉദ്ദേശങ്ങളില്ലേ, പാർട്ടിക്കാരല്ലേ അത് പറയുന്നത്, തീരുമാനിക്കുന്നത്. നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രേമേന്ദ്രൻ നിൽക്കുമെന്നോ തോന്നുന്നു. പ്രേമേന്ദ്രൻ നിൽക്കുമെന്ന് തോന്നുന്നു. പ്രേമേന്ദ്രൻ നിൽക്കാം. പിന്നെ ആരാന്ന് അറിഞ്ഞൂടാ, ഇടതുപക്ഷത്തിൻ്റെ ആരാന്ന് അറിയാമല്ലോ. ഒരു പാർട്ടിയുടെ ഒപ്പും എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്താ പറയാനാ? എങ്ങനെയുണ്ട്? എന്നാൽ ഇലക്ഷൻ വരുമ്പോൾ വോട്ട് ചെയ്യും. പറഞ്ഞില്ലേ, അതുകൊണ്ട് അന്നത്തെ സൗകര്യം അനുസരിച്ച് ഏത് സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കും? അങ്ങനൊന്നും പറയാൻ. ഇവിടെ പ്രേമേന്ദ്രൻ തന്നെ ആയിരിക്കും. എന്താ പറയാൻ? ഇവിടെ സീറ്റ് പ്രേമേന്ദ്രൻ RSP കൊടുക്കുന്ന സീറ്റാണ്, വർഷങ്ങൾ കൊണ്ട്. അതുകൊണ്ട് പ്രേമേന്ദ്രൻ തന്നെ സീറ്റ് കൊടുക്കത്തുള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ലല്ലോ അവർ ലാസ്റ്റിൽ അത് പറയുമല്ലേ. കഴിഞ്ഞതിനും അങ്ങനെ തന്നെ ആയിരുന്നു. ചെറുപ്പക്കാർ തന്നെ ആയിരിക്കും അവർ കൊടുക്കുന്ന. ആരെങ്കിലും പിടിക്കാനുള്ളതിനെ കൊടുക്കും. അഥവാ തോറ്റു കഴിഞ്ഞാൽ അവരെവിടെങ്കിലും കൊണ്ടിട്ട് ജയിപ്പിക്കുന്നില്ലേ? ഇപ്പുറത്ത് അത് നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ ബാലഗോപാൽ ഇവിടെ നിന്ന് കഴിയാനും തോറ്റ്, അയാളെ കൊട്ടാരക്കര കൊണ്ടിട്ട് ജയിപ്പിച്ചില്ലേ അവർ? അതിന് കഴിവില്ല ഇവർക്ക്. ഇവർ തന്നെ അടിച്ചു പിരിയത്തുള്ളൂ. ഈ പാർട്ടി നശിക്കുക കോൺഗ്രസ്. പിന്നെ ഒരു പ്രേമേന്ദ്രൻ അതിനകത്ത് കിടപ്പുണ്ട്. കൊല്ലം മണ്ഡലത്തിലെ പൊതുവായ രാഷ്ട്രീയ സ്ഥിതിഗതികളുടെ അവലോകനവും മുന്നണികളിൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവരുടെ വിവരങ്ങളുമാണ് നമ്മൾ വിശകലനം ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 മുന്നണികളുടെയും സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയാണ്. ഓർക്കുക, ഇത് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ മാത്രമാണ്. ഇനിയും ചർച്ചകൾ ഏറെ നടക്കാനുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ പുതിയ ചിന്തകളിലേക്ക് നേതൃത്വം കടന്നേക്കാം. എങ്കിലും ഏറ്റവും ഒടുവിൽ നമ്മുടെ സാധ്യതാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇങ്ങനെയാണ്. UDFിൽ സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ തന്നെ മത്സരിക്കും. CPM ചവറ MLA സുജിത് വിജയൻപിള്ളയെ പരീക്ഷിച്ചേക്കും. BJPയിൽ ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ രംഗത്തിറങ്ങിയേക്കും. ആരാകും സ്ഥാനാർത്ഥിയിൽ ഇനി പരിശോധിക്കുന്നത് പത്തനംതിട്ട മണ്ഡലമാണ്. മണ്ഡല പുനർനിർണയത്തിനു ശേഷം 2009 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ UDFിനെയും ആന്റോ ആന്റണിയെയും മാത്രം തുണച്ചിട്ടുള്ള മണ്ഡലമാണ് പത്തനംതിട്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ആദ്യം പരിശോധിക്കാം. 2019 കോൺഗ്രസിലെ ആന്റോ ആന്റണി ഹാട്രിക് വിജയം സ്വന്തമാക്കുമ്പോൾ 44,243 വോട്ടായിരുന്നു ഭൂരിപക്ഷം. CPM സ്ഥാനാർത്ഥി വീണ ജോർജിനെയാണ് തോൽപ്പിച്ചത്. ആന്റോ ആന്റണി 3,80,927, വീണ ജോർജ് 3,36,684 എന്നിങ്ങനെയായിരുന്നു വോട്ട് നില. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച K സുരേന്ദ്രൻ 2,97,396 വോട്ടുകൾ നേടി. ശബരിമല പ്രക്ഷോഭത്തിന്റെ കേന്ദ്രബിന്ദുവായ മണ്ഡലത്തിൽ 2019 തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. 5 വർഷത്തോടടുക്കുമ്പോൾ മണ്ഡലത്തിലെ ചർച്ച വികസന പ്രശ്നങ്ങളിലേക്ക് വഴിമാറിയിരിക്കുന്നു. അതേസമയം തന്നെ സാമുദായിക ഘടകങ്ങളുടെ സ്വാധീനം അവഗണിക്കാവുന്നതല്ല. പത്തനംതിട്ടയിലെ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടുകളാണ്. ചില പോക്കറ്റുകളിലും മുസ്ലിം വോട്ടുകളുണ്ട്. അത് കൊല്ലത്തുമുണ്ട്. അത് ഇപ്പോൾ നമുക്കറിയാം, ഈ പ്രദേശങ്ങളിലെ ന്യൂനപക്ഷ വോട്ടുകൾ അത് പലപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കേരള കോൺഗ്രസ് LDFിലേക്ക് പോയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ ക്ഷീണം ഉണ്ടാക്കിയൊരു കാര്യമാണ്. അപ്പം കോൺഗ്രസ് പലപ്പോഴും അവസാനമൊക്കെ ആകുമ്പോഴേക്കും കോൺഗ്രസ് ഒന്നും ഒരു കേരള കോൺഗ്രസിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഒട്ടും ഗൗരവമായിട്ട് അതിനെ എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. ഇപ്പോൾ അവിടെയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ പിന്നെ പൂഞ്ഞാറ് പോലുള്ള മണ്ഡലം, റാന്നി, ആറന്മുള, തിരുവല്ല, ഇനി ഈ മണ്ഡലങ്ങളിലെല്ലാം
തിരുവല്ലയും പൂഞ്ഞാറൊക്കെ ഒരു കാലത്ത് കേരള കോൺഗ്രസിൻ്റെ വലിയ റാന്നിയിലും തിരുവല്ലയിലും പൂഞ്ഞാറും കേരള കോൺഗ്രസ് പലവട്ടം അവരുടെ സ്ഥാനാർത്ഥികൾ നിയമസഭയിൽ ജയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരൊക്കെ വളരെ ഇവിടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. പഴയ കല്ലൂപ്പാറ, ഇന്നിപ്പോൾ കല്ലൂപ്പാറയില്ല. അങ്ങനെ നമ്മൾ നോക്കുന്ന ഉടനെ പല മണ്ഡലങ്ങൾ, കോന്നിയൊക്കെ ഒഴിച്ചുള്ള മണ്ഡലങ്ങളിലൊക്കെ കേരള കോൺഗ്രസിന് വലിയ സ്വാധീനമുണ്ട്. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ക്രൈസ്തവ വോട്ടുകളുടെ ചിന്ത മറ്റൊന്നായിരിക്കും. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ളത്. കാഞ്ഞിരപ്പള്ളി ഡോക്ടർ എൻ ജയരാജ്, പൂഞ്ഞാർ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, തിരുവല്ല മാത്യു ടി തോമസ്, റാന്നി പ്രമോദ് നാരായണൻ, ആറന്മുള വീണ ജോർജ്, കോന്നി KU ജനീഷ് കുമാർ, അടൂർ ചിറ്റയം ഗോപകുമാർ എന്നിവരാണ് MLA-മാർ. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D ബിനോയ് നമ്മോടൊപ്പം ചേരുന്നു. ബിനോയ്, പത്തനംതിട്ടയിലെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? ആന്റണിക്ക് പഴയ സ്വാധീനം കുറഞ്ഞോ? ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് പിന്തുണയായെങ്കിൽ ഇത്തവണ ജില്ലയിലെ കാര്യം അങ്ങനെയല്ല. പത്തനംതിട്ട ജില്ലക്കാരനായ ഒരു സ്ഥാനാർത്ഥി തന്നെ പാർലമെന്റിലേക്ക് മത്സരിക്കണം എന്ന ആവശ്യം കോൺഗ്രസിൽ ബഹുഭൂരിപക്ഷം നേതാക്കളും മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ AICC തീരുമാനം ആന്റണിയെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ്. എന്തായാലും ഇത്തവണ കോൺഗ്രസിനും കാര്യങ്ങൾ അത്ര എളുപ്പമാവുകയില്ല. പത്തനംതിട്ടയിൽ കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ്. കയ്യാങ്കളിയും സസ്പെൻഷനുമൊക്കെയായി അതങ്ങനെ നീളുന്നു. എന്നാൽ 3 ടേം പൂർത്തിയാക്കിയ ആന്റണിക്ക് പകരക്കാരനെ തേടിയുള്ള അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. 2-3 തവണയൊക്കെ MP ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ, അധികാരത്തിലിരിക്കുന്നവരോടുണ്ടാകുന്ന ഒരു വിരോധ മനോഭാവം ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവുക. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മണ്ഡലം കേന്ദ്രീകരിച്ചതിനെക്കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. തിരുവനന്തപുരത്തിരുന്നുകൊണ്ട് ഇപ്പോൾ അത് പറയുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും. അതിന് ഞാൻ ആ ഒരു കാര്യത്തിന് ഞാൻ മുതിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കണക്കുകൂട്ടൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. വിലയിരുത്തലുടെ അടിസ്ഥാനത്തിൽ UDF-ലെ സാധ്യതാ പട്ടിക രൂപപ്പെട്ടു വരുന്നത് ഇങ്ങനെയാണ്. സിറ്റിംഗ് MP ആന്റണി, മുൻ നഗരസഭാ ചെയർമാൻ A സുരേഷ് കുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു, മുൻ മന്ത്രി പന്തളം സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കരുത്തു തെളിയിക്കുമ്പോഴും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF-ന് ബാലികേറാ മലയായി തുടരുകയാണ്. സ്വതന്ത്രനെ ഇറക്കിയുള്ള CPM-ന്റെ പരീക്ഷണവും ഇവിടെ വിജയം കണ്ടില്ല. അത്തരം നീക്കങ്ങൾക്ക് മുതിരാതെ ശക്തമായൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് CPM ഒരുങ്ങുകയാണ്. ഉൾപാർട്ടി ചർച്ചകൾ പല വഴിക്ക് നീങ്ങുന്നു. എങ്ങനെയാണ് CPM ആലോചനകൾ എന്ന് നോക്കാം. ഇത്തവണ അംഗത്തിന് പരിചയസമ്പന്നനായ CPM നേതാവിനെ രംഗത്തിറക്കാനാണ് CPM-ന്റെ തീരുമാനം. എന്നാൽ യുവ നേതാക്കളെ പരീക്ഷിക്കുന്നതും CPM-ന്റെ മനസ്സിലുണ്ട്. എന്തായാലും ഇവിടെ ഇത്തവണ മത്സരം കടുകട്ടിയാകും. സാധാരണ CPM-ൽ അങ്ങനെ ഒരാളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ നേരത്തെ ചില നിർദ്ദേശങ്ങൾ നൽകുകയും സജീവമാവാനൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നതാണ്. ചില മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ അത് ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ പത്തനംതിട്ടയിൽ അങ്ങനെ ആരോടും എന്തെങ്കിലും ഒരു നിർദ്ദേശമുള്ളതായിട്ട് അറിയില്ല. റാന്നിയിൽ 5 വട്ടമോ 6 വട്ടമോ എത്ര തവണയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ മണ്ഡലമാണ്, എങ്കിൽ പോലും എനിക്കറിയില്ല. തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ച രാജു എബ്രഹാം എൻ്റെ പേരുകൾ ഇങ്ങനെ അണിയറയിൽ പലപ്പോഴും ഉയർന്ന് കേൾക്കാറുണ്ട്. അദ്ദേഹം പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ്. കാരണം ഇത്രയും കാലം റാന്നി MLA ആയിരുന്നുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ വലിയ സാന്നിധ്യം ഉറപ്പിക്കുകയും അവിടെ സജീവമായി നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു നല്ല കാൻഡിഡേറ്റാണ്. പത്തനംതിട്ടയിൽ പല വഴിക്കാണ് CPM ആലോചനകൾ കാടുകയറുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, MLA-മാർ, മുൻ MLA-മാർ, അങ്ങനെ പേരുകൾ പലതും ഉയർന്നു തുടങ്ങി. ആ പേരുകളൊന്ന് പരിശോധിക്കാം. മുൻ MLA രാജു എബ്രഹാം, മുൻ മന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക്, മുൻ DYFI നേതാവും PSC അംഗവുമായിരുന്ന റോഷൻ റോയ് മാത്യു, CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R സനൽകുമാർ. BJPക്കും അഭിമാന മണ്ഡലമാണ് പത്തനംതിട്ട. കഴിഞ്ഞ തവണ 18 അടവും പയറ്റി 3 ലക്ഷത്തിനടുത്ത് വോട്ടും സമാഹരിച്ചു. ഒരു 50,000 കൂടി പിടിച്ചാൽ പത്തനംതിട്ടയിൽ താമര വിരിയിക്കാമെന്നാണ് നേതൃത്വം പറയുന്നത്. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ. എങ്കിലും രാഷ്ട്രീയമായി കരുത്തു ചോർന്നിട്ടില്ലെന്ന് തെളിയിച്ചേ മതിയാകൂ. പത്തനംതിട്ടയിലെ BJP രാഷ്ട്രീയം ഏതു വഴിക്ക് നീങ്ങുന്നു എന്ന് നോക്കാം. ശബരിമല വിഷയം തന്നെയാണ് BJPക്കും NDA സഖ്യത്തിനും കഴിഞ്ഞ തവണ പിന്തുണയായത്. മത്സരിച്ചത് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ.
2 ലക്ഷത്തിലധികം വോട്ടാണ് സുരേന്ദ്രൻ ഇവിടെ നിന്നും നേടിയത്. ഇത്തവണയും ഒരു മുതിർന്ന നേതാവിനെ തന്നെയായിരിക്കും BJP പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക. എന്നാൽ കഴിഞ്ഞ വർഷത്തെ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാവാൻ സാധ്യതയില്ല. ഒടുവിൽ BJPയുടെ സാധ്യതാ പട്ടികയിൽ തെളിയുന്ന മുഖങ്ങൾ ഇവരാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ, ജനറൽ സെക്രട്ടറി MT രമേശ്, ചലച്ചിത്ര താരം ഉണ്ണി മുകുന്ദൻ. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി മണ്ഡലത്തിൽ നിന്നുള്ള ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. UDF ആയിരിക്കുമെന്നാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. പൊതുജനത്തിന് നന്മ ചെയ്യുന്നവർ ജയിക്കും, അല്ലാത്തവർ താഴെ വീഴും. അത് ഏത് പാർട്ടിയായാലും. ഇവിടെ ആര് ഭരണാധികാരിയായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. ഇവിടെ രാഷ്ട്രീയമല്ല പറയുന്നത്. നിലവിൽ സ്ഥാനാർത്ഥി ആന്റോണിയുടെ തന്നെ ഇല്ല, അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ വികാരിയേട്ടൻ കോൺഗ്രസ് ചെയ്യും. പത്തനംതിട്ട മണ്ഡലത്തിലെ പൊതുവായ രാഷ്ട്രീയ സ്ഥിതിഗതികളുടെ അവലോകനവും മുന്നണികളിൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവരുടെ വിവരങ്ങളുമാണ് വിശകലനം ചെയ്തത്. ഏറ്റവും ഒടുവിൽ 3 മുന്നണികളുടെയും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക രൂപപ്പെട്ടു വരുന്നത് ഇങ്ങനെയാണ്. UDFൽ സിറ്റിംഗ് MP ആന്റോ ആന്റണി തന്നെ മത്സരിക്കും. CPM മുൻ MLA രാജു എബ്രഹാമിനെ രംഗത്തിറക്കിയേക്കും. BJPയിൽ K. സുരേന്ദ്രൻ ഒരിക്കൽ കൂടി കളത്തിലിറങ്ങാനാണ് സാധ്യത. ആരാകും സ്ഥാനാർത്ഥിയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.